പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഇറാനിൽ പ്രതിരോധ സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്നില്ലേ എന്ന്. എന്തുകൊണ്ട് ഇറാനിൽ യഥേഷ്ടം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു? ഇതൊന്നും പ്രതിരോധിക്കാൻ ഇറാനിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലേ എന്ന ചോദ്യം അതൊരു പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതിനു മറുപടി ഇന്ന് മാത്രം ഇറാൻ നടത്തിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിരുന്നു. യുദ്ധം തുടങ്ങുന്ന ആദ്യ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇറാൻ ഈ സമയത്ത് പ്രവർത്തിപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പ്രത്യേകമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഇറാൻ അത്തരം ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, അവർ പ്രതിരോധ സംവിധാനങ്ങളുടെ കൃത്രിമ രൂപങ്ങൾ ഉണ്ടാക്കി അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ വഴി പിഴപ്പിക്കുകയായിരുന്നു. ആക്രമണങ്ങൾ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താതെ വലിയ നഷ്ടങ്ങൾ അമേരിക്കക്ക് വരുത്തി വെക്കുകയായിരുന്നു. എന്നാൽ രണ്ടാമത്തെ കാര്യം, ഈ പ്രതിരോധ സംവിധാനങ്ങൾ ആദ്യ ആക്രമണത്തിൽ തീർച്ചയായും ആന്റി റഡാർ മിസൈലുകൾ ഉപയോഗിച്ച് ഈ അമേരിക്കയും ഇസ്രയേലും തകർക്കും. യുദ്ധവിമാനങ്ങൾക്ക് ഇതിനെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ഇത് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദേശം ചിത്രം അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഇറാന്റെ മണ്ണിൽ അതിശക്തമായ പ്രതിരോധം പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇന്ന് വരുന്നിരിക്കുന്ന വാർത്തയാണിത്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂസ് മിസൈൽ, അഡ്വാൻസ്ഡ് ക്രൂസ് മിസൈൽ, ഇതിന് ഏകദേശം 500-ലധികം കിലോഗ്രാം വാർഹെഡ് വഹിക്കാൻ പറ്റിയ വളരെ പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് ക്രൂസ് മിസൈലാണ് ഇന്ന് ഇറാന്റെ വ്യോമ മേഖലയിൽ ഇറാൻ തകർത്തിട്ടുള്ളത്. ഇത് തകർക്കണമെങ്കിൽ തീർച്ചയായും ശക്തമായ പ്രതിരോധ സംവിധാനം വേണം. എന്നാൽ ഇപ്പോൾ അത് തകർത്തതിന്റെ ചിത്രമാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു ചിത്രമാണ്, ഇതൊരു AI ചിത്രമാണെങ്കിലും ഞാൻ ഒരുപാട് ചിന്തിച്ചു പോയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ഇറാന്റെ സ്പോക്സ്മാൻ ഇറാൻ തകർത്തിട്ടുള്ള ഒരു F-35 യുദ്ധവിമാനത്തെ ഇവിടെ മുന്നിൽ വെച്ചിരിക്കുന്നു. അതിനടുത്ത് റഷ്യൻ പ്രസിഡന്റ് പുടിനും അതുപോലെ ചൈനയുടെ നേതാവും ഇരിക്കുകയാണ്. അവർ എവിടെയാണ്, എങ്ങനെയാണ് ഇറാൻ ഇതിനെ തകർത്തത്, ഏത് ഗ്യാപ്പുകളാണ് ഈ സ്റ്റെൽത്ത് വിമാനത്തെ തകർക്കാൻ ഇറാൻ ഉപയോഗപ്പെടുത്തിയത്, ഇതിന്റെ ന്യൂനതകൾ എന്തെല്ലാമെന്ന് പഠിക്കുന്ന ചിത്രമാണ്. ഈ ഒരു രഹസ്യം പുറത്തു വരുന്നതോടുകൂടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക്, സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് ഒരു പ്രസക്തിയും ലോകത്ത് ഇല്ലാതാവുകയാണ് ചെയ്യുക. കാരണം ആ ഒരു ഗ്യാപ്പിനെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ആക്രമിക്കാനായിരിക്കും അടുത്ത പ്രതിരോധ സംവിധാനങ്ങളെല്ലാം രംഗത്ത് വരിക. ഇവിടെ നിങ്ങൾക്ക് ഇറാൻ പുറത്തുവിട്ട മറ്റൊരു വാർത്ത കാണാം. അതായത് ഈ തകർക്കപ്പെട്ട യുദ്ധവിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനെ കണ്ടെത്താൻ വേണ്ടി അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളും ഇറാന്റെ വ്യോമ മേഖലയിലേക്ക് കടന്നു വന്ന് തെരച്ചിൽ നടത്തുകയാണ്. അതേ സമയത്ത് ഇറാന്റെ വ്യോമസേന ശക്തമായി ഈ യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും നേരിടുകയും ബ്ലാക്ക് ഹൂക്ക് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ഒരു ഹെലികോപ്റ്റർ തകർക്കപ്പെടുകയും ചെയ്തു എന്ന വാർത്ത വരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ വ്യോമ മേഖലയെ സുരക്ഷിതമാക്കി നിർത്തുന്നു എന്ന് തന്നെയാണ്. സുഖൂത്ത് തായിറ മിർവാഹിയ ബ്ലാക്ക് ഹോക്ക് UH-60 حاولت الطيران قرب حدود إيران بحثا عن الطيار الذي سقط من الطائرة الحربية. അമേരിക്കയുടെ യുദ്ധവിമാനത്തിൽ നിന്നും താഴോട്ട് വീണ പൈലറ്റിനെ തിരയാൻ വേണ്ടി ഇറാന്റെ ബോർഡറുകൾക്ക് അടുത്ത് നിരീക്ഷണം നടത്തുകയായിരുന്ന ബ്ലാക്ക് ഹോക്ക് UH-60 എന്നറിയപ്പെടുന്ന ഹെലികോപ്റ്റർ ഇപ്പോൾ തകർന്നു വീണു എന്ന വാർത്ത വരുന്നു. യഥാർത്ഥത്തിൽ ഇത് ഇറാന്റെ മേഖലയിൽ അല്ല, ഇറാന്റെ അതിർത്തിയോടടുത്ത മേഖലയിലാണ് ഈ തെരച്ചിൽ നടത്തിയത് എന്നാണ് ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു വാർത്ത അതിനുശേഷം ഇറാൻ പുറത്തുവിടുന്നത് ത്വായിറ അമേരിക്കിയ ഉഖ്റ, മറ്റൊരു അമേരിക്കയുടെ യുദ്ധവിമാനം തഖൂമു ബിഇത്ലാഖ് ശഅലാത്തിൽ ഹറാറിയ ഖൗഫൻ മിനൽ ഇസ്തിഹ്ദാഫ് അസ്നാ അൽ ബഹ്സ് അൻ ത്വയ്യാർ അൽ അമേരിക്കി. അമേരിക്കയുടെ പൈലറ്റിൽ തിരയുന്നതിനിടയിൽ മറ്റൊരു യുദ്ധവിമാനം ഫ്ലയറുകൾ എറിഞ്ഞ് ഓടി രക്ഷപ്പെടുകയാണ്. ഫ്ലയറുകൾ നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോയുടെ ആദ്യ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അവിടെ കാണാൻ സാധിക്കും ഒരു തീപ്പന്തങ്ങൾ പുറത്തേക്ക് എറിഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം നിങ്ങൾക്ക്, ഇപ്പോൾ ഫ്ലയറുകൾ പുറത്തേക്ക് വിടുന്നു. ഈ ഫ്ലയറുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് വരുന്ന മിസൈലുകളിൽ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയാണ്, രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതിലെല്ലാം ഉണ്ടാവുക ഇൻഫ്രാറെഡ് സീക്കറുകളാണ്. അതായത് യുദ്ധവിമാനത്തിന്റെ കത്തിക്കൊണ്ടിരിക്കുന്ന ജെറ്റ് എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഇൻഫ്രാറെഡ് തരംഗങ്ങളെ ലക്ഷ്യമാക്കിയായിരിക്കും ഈ മിസൈൽ നീങ്ങുക.
അപ്പോൾ അതിന് യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് ഈ മിസൈലുകളെ വഴിതിരിച്ചു വിടാൻ ധാരാളം തീപ്പന്തങ്ങൾ പുറത്തേക്ക് വരും. ആ തീപ്പന്തങ്ങളിൽ നിന്നെല്ലാം ഇൻഫ്രാറെഡ് തരംഗങ്ങൾ പുറത്തു വരും. അപ്പോൾ മിസൈലിന്റെ ലക്ഷ്യം യഥാർത്ഥ ജെറ്റ് എഞ്ചിനാകുന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറി ഈ ഫ്ലെയറുകളിലേക്ക് നീങ്ങാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഫ്ലെയറുകൾ എറിഞ്ഞ് യുദ്ധവിമാനം രക്ഷപ്പെടുന്നത്. ഇത് പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇത് ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ട മറ്റൊരു വീഡിയോ ആണ്. എന്നാൽ ഇപ്പോൾ പൈലറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അവസാനത്തെ വിവരം, ഇറാൻ ചില അവശിഷ്ടങ്ങളെല്ലാം പല ഭാഗങ്ങളിൽ നിന്നായി ഫോട്ടോ എടുത്ത് അത് പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് അമേരിക്കയുടെ സൈന്യത്തെ ലക്ഷ്യത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള നീക്കമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പൈലറ്റ് നിൽക്കുന്ന ഭാഗം ഇറാന്റെ വ്യോമസേന വളഞ്ഞിട്ടുണ്ട് എന്നും അതേസമയം ഈ ഫോട്ടോ എല്ലാം കാണിച്ചിരുന്ന ഭാഗം യഥാർത്ഥ ഭാഗമായിരുന്നില്ല. ആ ഭാഗത്തേക്ക് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും തിരയാൻ വേണ്ടി അവരെ വഴിതിരിച്ചു വിടുന്ന ഒരു നീക്കം മാത്രമാണ് ഇറാൻ നടത്തിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ പൈലറ്റുള്ള ഭാഗം ഇറാന്റെ സൈന്യത്തിന്റെ പിടിയിലാണ്, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും അമേരിക്കക്ക് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള ദുരന്തമാണ് ഇറാനിൽ നിന്നുണ്ടാകുന്നത്. യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ അമേരിക്ക പറഞ്ഞതുപോലെ, ട്രംപ് പറഞ്ഞതുപോലെ ഇറാൻ ഇല്ലാതാവുകയല്ല, നേരെ മറിച്ച് ഓരോ ദിവസവും അവരുടെ പവർ ശക്തിയായി വരുന്നതാണ് ലോകത്തിന് കാണാൻ സാധിക്കുന്നത്. അതേ സമയത്ത് അമേരിക്കയുടെ ആക്രമണങ്ങളുടെ ശക്തികളും ഇസ്രയേലിന്റെ ശക്തിയും കുറഞ്ഞു വരുന്നതും ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.